ഹലോ ഹായ്. റൈഫിൽ ക്ലബ്, ശ്യാം പുഷ്കരൻ, അതുപോലെ തന്നെ ദിനേശ് കരുണാകരൻ, സുഹാസ് എന്നിവർ ചേർന്ന് എഴുതി നമ്മുടെ ആഷിഖ് കപൂർ ഡയറക്റ്റ് ചെയ്ത റൈഫിൽ ക്ലബ്. ആഷിഖ് കപൂർ തന്നെയാണ് ക്യാമറ ചെയ്തിരിക്കുന്നത്. സിനിമ എങ്ങനെയുണ്ടെന്ന് വെച്ചാൽ നല്ല വെടി 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 വെടിച്ചിട്ട് പടം. എന്താ പറയുക, നല്ല ആണാണെങ്കിലും പെണ്ണാണെങ്കിലും നല്ല പണി അറിയാവുന്ന നല്ല വെട്ടിക്കാരായിട്ടുള്ള സിനിമ. ഇതിങ്ങനെ പറയുമ്പോൾ ചിലപ്പോൾ ഒരു പക്ഷേ ഒരു ഡബിൾ മീനിങ് ഒക്കെ ആയിട്ട് തോന്നാം. അത് ഞാൻ എടുത്തു പറയാൻ കാരണം ഈ സിനിമയിൽ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഡബിൾ മീനിങ് കുറച്ച് അനാവശ്യമായിട്ട് കുറച്ച് ചേർത്തിട്ട് അവർ തന്നെ ഇതിൽ പറയുന്നുണ്ട്, ഡബിൾ മീനിങ് ഡബിൾ മീനിങ് എന്ന് പറയുന്നുണ്ട്. അതെനിക്ക് അത്ര അങ്ങോട്ട് സൂചിച്ചില്ല. അത് നെഗറ്റീവിലേക്ക് വരുമ്പോൾ അതിൻ്റെ കാരണങ്ങൾ ഞാൻ പറയാം. സിനിമ മേക്കിംഗ് കിട്ടില്ല വർക്കാണ്. എന്താ പറയുക, സിനിമയുടെ ടോട്ടാലിറ്റി മേക്കിങ്ങിലാണ് സിനിമ നിൽക്കുന്നത്. കഥ ഒരു എന്താ പറയുക, ഒരു ആവറേജ് സ്റ്റോറിയേ ഉള്ളൂ. പക്ഷേ ഇതിൽ ബാക്ക്ഗ്രൗണ്ട് കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്. അതൊക്കെ അടിപൊളി പരിപാടിയാണ്. അത് ഒഴിച്ച് ചേർത്ത് പിന്നെ ഡയലോഗ്സും കിടിലാണ്. അത് ഒഴിച്ച് ചേർത്തി കഴിഞ്ഞാൽ സ്റ്റോറി ഒരു ആവറേജ് പരിപാടിയേ ഉള്ളൂ. പക്ഷേ മേക്കിംഗ് ആഷിഖ് കപൂർ കിടിലം വർക്കാണ് ചെയ്തിട്ടുള്ളത്. സിനിമയുടെ ടെക്നിക്കൽ പരിപാടികളെല്ലാം ടോപ്പ് നോച്ച് പരിപാടികളാണ്. അതിലേക്ക് ഞാൻ വരാം. അതുപോലെ തന്നെ എനിക്ക് ഏറ്റവും പോസിറ്റീവായിട്ട് തോന്നിയത് സിനിമയുടെ കാസ്റ്റിങ്ങും അതുപോലെ തന്നെ പെർഫോമൻസും ആണ്. കിടിലൻ കാസ്റ്റിംഗ് ആണ്, കിടിലൻ കാസ്റ്റിംഗ്. അത് എടുത്തു പറയേണ്ടത്, നമ്മൾ ആണാണെങ്കിലും പെണ്ണാണെങ്കിലും തോക്കൊക്കെ കൊടുത്ത് നിർത്തിയാൽ നമുക്ക് തോന്നണം, ഒരു സ്വാഗും സ്റ്റൈലും ഒക്കെ തോന്നണം. അങ്ങനത്തെ കുറച്ച് പരിപാടികളുണ്ട്. അതിൽ ചില ആൾക്കാർക്ക് വെറുതെ അവർ നിന്നാൽ തന്നെ ഒരു സ്വാഗും സ്റ്റൈലും ഒക്കെ തോന്നും. ചില ആൾക്കാർക്ക് ബാക്ക്ഗ്രൗണ്ട് സ്കോർ കൊടുത്താൽ ഒന്ന് സെറ്റാക്കി വരാം. പക്ഷെ ഇതിനകത്ത് ബാക്ക്ഗ്രൗണ്ട് സ്കോർ ഒന്നും ഇല്ലാതെ തന്നെ നിർത്താൻ പറ്റിയ ഒരാളാണ് വാണി വിശ്വനാഥ്. അവരുടെ പഴയ അവർ ശരിക്കും പറഞ്ഞാൽ ഒരു ഇടിച്ചിടിച്ച് നിൽക്കുന്ന ഒരു പെൺവേഷങ്ങളൊക്കെ ചെയ്യാൻ പറ്റുന്ന വളരെ ചുരുക്കം മലയാളത്തിൽ വളരെ ചുരുക്കം നടിമാരുള്ളൂ. അതിൽ മുൻപന്തിലാണ് വാണി വിശ്വനാഥ്. ആ പഴയ ഒരു സ്വാഗത സ്റ്റൈലൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ ഇപ്പോഴും ഉണ്ട്. വാണി വിശ്വനാഥിൻ്റെ ഒക്കെ ഏരിയയിലേക്ക് തൊടാൻ ഒരു മലയാള നടിനെയും വേറെ ആ ഒരു ഏരിയയിലേക്ക് വേറൊരാളെയും ഇതുവരെയും കിട്ടിയിട്ടില്ല. കിട്ടില്ലായിട്ട് അവർ തോക്കൊക്കെ എയിം ചെയ്ത് നിൽക്കുന്നത്, ഡെഫിനറ്റ്ലി അവർക്ക് ട്രെയിനിങ് ഒക്കെ കൊടുത്തിട്ടുണ്ടാവും. പക്ഷേ തോക്കൊക്കെ എയിം ചെയ്ത് നിൽക്കുന്ന കാണുമ്പോൾ തന്നെ കിടിലം പരിപാടിയാണ്. അതുപോലെ തന്നെ പെർഫോമൻസ് വൈസ് എല്ലാവരും ഒരുപാട് പേരുണ്ട്. പിന്നെ എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട ക്യാരക്ടർ സുരേഷ് കൃഷ്ണൻ്റെ ക്യാരക്ടറാണ്. ഒരുപാട് ഡയലോഗുകളൊന്നുമില്ല, പക്ഷെ കിടിലനായിട്ട് അദ്ദേഹവും അദ്ദേഹത്തിൻ്റെ ബോഡി ലാംഗ്വേജും ആ ഗണ്ണൊക്കെ പിടിച്ചുള്ള നിൽക്കും കിടിലം പരിപാടിയാണ്. പിന്നെ ദിലീഷ് പോത്തൻ ഈ പറഞ്ഞ പോലെ ഒരു സെൻട്രൽ ക്യാരക്ടറാണ്. ദിലീഷ് പോത്തൻ്റെ ഡയലോഗ്സ്, ഇതിൽ പ്രധാനപ്പെട്ട കുറച്ച് ഡയലോഗ്സ്, നല്ല കിടിലൻ ഡയലോഗ്സ് ഒക്കെ പറയുന്നത് ദിലീഷ് പോത്തനാണ്. ഈ പറയുന്ന എന്താ പറയുക, അദ്ദേഹം കിടിലനായിട്ട് ഡയലോഗ് പറയുന്നത് എനിക്ക് പല സിനിമകളിലും തോന്നിയിട്ടുണ്ട്. ഈ എന്താ പറയുക, സുവിശേഷവുമായി ബന്ധപ്പെട്ടുള്ള കുറച്ച് സാധനങ്ങൾ, പടത്തിൻ്റെ ഓൾ ത്രെഡുമായി ബന്ധപ്പെട്ട് കൂട്ടിക്കലർത്തിയിട്ടുള്ള കുറച്ച് സാധനങ്ങളൊക്കെ പറയുന്നുണ്ട്. എന്താ പറയുക, നിലം വിറച്ചാലും കരം വിറക്കരുത് എന്നൊക്കെ പറയുന്ന കുറച്ച് കാര്യങ്ങൾ കിടിലായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ വിജയരാഘവനൊക്കെ ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ കരിയറൊക്കെ കിടിലൻ കരിയറാണ്. അയാൾ പുള്ളി കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത്. കിടിലായിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ പൊന്നമ്മ ബാബു, പിന്നെ എന്താ പറയുക, വിനീത് കുമാർ ഒരു നമ്മുടെ ട്രെയിലറിലൊക്കെ കണ്ട പോലെ ഒരു സിനിമാ നടൻ്റെ ക്യാരക്ടറാണ് ചെയ്തിട്ടുള്ളത്. പിന്നെ ദർശന സൂപ്പറായിട്ട് ചെയ്തിട്ടുണ്ട്. ഉണ്ണിമായ, പിന്നെന്താ പറയുക, അനുരാഗ് കശ്യപ് പ്രധാനപ്പെട്ട ഒരു നെഗറ്റീവ് റോളിൽ വരുന്നു. ടോട്ടലി പെർഫോമൻസ് വൈസ് കിടിലം പരിപാടിയാണ്. ടെക്നിക്കലി നോക്കുകയാണെന്നുണ്ടെങ്കിൽ ആഷിഖ് കപൂറിൻ്റെ ക്യാമറ വർക്ക് കിടിലം വർക്കാണ് അദ്ദേഹം ചെയ്തിട്ടുള്ളത്. അദ്ദേഹം എന്താ പറയുക, ഒരു കാടിൻ്റെയൊക്കെ അവിടെ വരുന്ന വൈഡ് ഷോട്ടുകളൊക്കെ അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. പിന്നെ ഭൂരിഭാഗം ഷോട്ടുകളൊക്കെ ഈ പറയുന്ന ഇൻഡോർ ഷൂട്ടിംഗ് ആണ്. പക്ഷേ ഇൻഡോറിൽ ചില എന്താ പറയുക, ചില കട്ട് ഷോട്ടുകളൊക്കെ വന്നിരിക്കുന്നത് കിടിലായിട്ട് വന്നിട്ടുണ്ട്. എഡിറ്റിംഗ് സാജൻ കിടിലായിട്ട് വന്നിട്ടുണ്ട്. പിന്നെ പറയുക റെക്സ് വിജയൻ അദ്ദേഹത്തിൻ്റെ വർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കിടിലം പരിപാടിയാണ്. അത് ഈ സിനിമയ്ക്ക് ആപ്റ്റ് ആയിട്ടുള്ള ഒരു കക്ഷിയാണ് റെക്സ് വിജയൻ, അത് എടുത്ത് പറയണം. പിന്നെ ഹനുമാൻ കൈൻ്റെ കാര്യം എടുത്ത് പറയണം കേട്ടോ, അത് മറന്നുപോയി. ഹനുമാൻ കൈൻ്റെ തന്നെയാണെന്ന് തോന്നുന്നു. ഒരു സോങ്, ഒരു റാപ്പ് പോലത്തെ ഒരു ചെറിയൊരു പാട്ട് ചെയ്തിട്ടുണ്ട്. അത് ഹനുമാൻ കൈൻ്റെ ആണോ എന്നൊരു ഡൗട്ട് ഉണ്ട്, ഞാൻ നോക്കിയിട്ടില്ല. ഹനുമാൻ കൈൻ്റെ വേഷവും നല്ല രസമായിട്ട് വന്നിട്ടുണ്ട്. ഒരു എന്താ പറയുക, പുള്ളി കൂടെ തരുന്ന സ്വാഗം പരിപാടിയൊക്കെ അത് ആഷിഖ് കപൂർ അറിഞ്ഞ് തന്നെ കൊടുത്തിട്ടുള്ളതാണ്. കിടിലം പരിപാടിയാണ്. എന്തായാലും അത്തരം കുറച്ച് ക്യാരക്ടറിലേക്ക് വരും കാലഘട്ടത്തിലുള്ള സിനിമകൾക്കൊക്കെ എടുത്തു വെക്കാൻ പറ്റുന്ന ഒരു മനുഷ്യനാണ് അദ്ദേഹം. സിനിമ ഞാൻ തുടക്കത്തിൽ പറഞ്ഞ പോലെ മേക്കിംഗ് കൊണ്ടാണ് സിനിമ പിടിച്ചിരിക്കുന്നത്. മേക്കിംഗ് പൊളിയായിട്ടുണ്ട്. വെടിവെപ്പ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അന്യായ വെടിവെപ്പാണ്. ഈ തലയിൽ കൂടെ ബുള്ളറ്റ് കയറി ഇറങ്ങുന്നതും മറ്റേ കഴുത്തിൽ കൂടെ ബുള്ളറ്റ് കയറി ഇറങ്ങുന്നതൊക്കെ ഷോട്ടുകളൊക്കെ കിട്ടില്ലനായിട്ട്, അത് നമുക്ക് ഇങ്ങനെ കാണുമ്പോൾ കൈയടിക്കാൻ തോന്നും. കിട്ടില്ലൻ പരിപാടിയാണ് ആ ചെയ്തു വെച്ചിരുന്നത്. പിന്നെ നെഗറ്റീവ്സിലേക്ക് വരുമ്പോൾ ഞാൻ ആദ്യം പറഞ്ഞ പോലെ ഈ ഡബിൾ മീനിങ് പരിപാടി കുറച്ചധികം ഉണ്ട്. എന്നിട്ട് അവർ ആ സ്റ്റേറ്റ്മെന്റ് ഇങ്ങനെ പറഞ്ഞു പോയാൽ കുഴപ്പമില്ല. എന്നിട്ട് അവർ തന്നെ വീണ്ടും എന്താ പറയുക, ഡബിൾ മീനിങ് എന്ന് പറയുന്ന അത് എനിക്ക് അത്ര അങ്ങോട്ട് സൂചിച്ചില്ല. കാരണം
അതിൻ്റെ ഒന്നും ആവശ്യമില്ല. പിന്നെ ഇതിനകത്തൊരു തള്ളമ്മ വന്നിട്ട് ഒരു ആക്ഷൻ കാണിച്ചുകൊണ്ടുള്ള ഒരു ഡബിൾ മീനിങ് പരിപാടി കാണിക്കുന്നുണ്ട്. അതൊക്കെ വെറുതെ ഇങ്ങനെ കുത്തിക്കയറ്റി എന്തിനാണെന്ന് ഒരു അസഹനീയമായിട്ട് എനിക്ക് തോന്നി. പിന്നെ സിനിമ ലെങ്ത്ത്, ടോട്ടലി ലെങ്ത്ത് സിനിമയുടെ വളരെ കുറവാണ്. പക്ഷേ തിയേറ്ററിലിരിക്കുമ്പോൾ കുറച്ചധികം ദൈർഘ്യമായിട്ട് കുറച്ച് കൂടുതൽ സമയം ഉള്ളതുപോലെ എനിക്ക് തോന്നി. ലെങ്ത്ത് കുറവാണെങ്കിലും തിയേറ്ററിലിരിക്കുമ്പോൾ കുറച്ചധികം സമയമുള്ളത് തോന്നി. അതെന്താണെന്ന് വെച്ചാൽ അവർ കുറച്ച് ഭാഗങ്ങളൊക്കെ കുറച്ചൊന്ന് വലിച്ചു വെച്ചിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ഈ ലെങ്ത്ത് കുറവായതുകൊണ്ട് ഒരു 2 മണിക്കൂർ ഒക്കെ ഒപ്പിക്കാൻ വേണ്ടി വലിച്ചതാണോ എന്ന് എനിക്കറിയില്ല. എനിക്ക് പേഴ്സണലി തോന്നിയതാണ്. അതെനിക്കൊരു നെഗറ്റീവായിട്ട് തോന്നി. 1.5 മണിക്കൂർ കൊണ്ട് പറയുന്ന ഒരു കഥയാണെന്നുണ്ടെങ്കിൽ 1.5 മണിക്കൂർ കൊണ്ട് തീർക്കണം. അത് വലിച്ച് 2 മണിക്കൂർ ആക്കണം എന്നുള്ള യാതൊരു നിർബന്ധവുമില്ല. പിന്നെ ഇമോഷണലി ഈ സിനിമ എത്രത്തോളം കണക്റ്റ് ആവുന്നുണ്ടെന്ന് വെച്ചാൽ ഇത്തിരി സംശയമാണ്. അതുകൊണ്ട് തന്നെ ഇമോഷണലി ഒരുപാട് കണക്റ്റ് ആവാത്തതുകൊണ്ട് തന്നെ അല്ല അത്തരത്തിലുള്ള സാഹചര്യങ്ങൾ ഇല്ലാത്തതുകൊണ്ട് തന്നെ എല്ലാവിധ പ്രേക്ഷകരെയും തൃപ്തിപ്പെടുത്തുമോ എന്നുള്ളൊരു സംശയമുണ്ട്. പക്ഷേ ടെക്നിക്കലി കിടിലൻ പരിപാടിയാണ്. തിയേറ്ററിൽ തന്നെ വാച്ച് ചെയ്യാൻ കഴിയുന്ന ഒരു എന്താ പറയുക, തിയേറ്റർ എക്സ്പീരിയൻസ് നൽകുന്ന ഒരു സിനിമയാണ് റൈഫിൾ ക്ലബ്ബ്. എന്തായാലും മറ്റൊരു സിനിമയുടെ വിശേഷമായിട്ട് വീണ്ടും വരാം.